ഞാൻ ആദ്യമായിട്ട് വായിച്ചൊരു പുസ്തകമുണ്ട്, റിയാൻ്റെ കിണർ എന്ന് പറയും. റിയാൻ്റെ കിണർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ വായിച്ചൊരു പുസ്തകമാണ് റിയാൻ്റെ കിണർ എന്ന് പറയുന്നത്. അതെൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു പുസ്തകമായിരുന്നു. എനിക്ക് ഇവിടെ പറയാൻ പോകുന്ന 6 പോയിൻറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ദ ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് നമ്മളൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദ ഫസ്റ്റ് വൺ ഇസ് ദാറ്റ് ഐ വുഡ് ലവ് ടു ഷെയർ ഇസ് ദാറ്റ് ബി എ ഹ്യൂമൻ വിത്ത് കൈൻഡ്നെസ്. വിനയുള്ള മനുഷ്യരാവുക. ഈ വിനയുള്ള മനുഷ്യരാവെന്ന് പറയുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് വായിച്ച ഈ പുസ്തകം കടന്നു വരുന്നത്, റിയാൻ്റെ കിണർ. റിയാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയാണ്. അതായത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു നോർമൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി. അപ്പോൾ ഈ കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതായത് ടീച്ചേഴ്സിനെ കാണണം, ഫ്രണ്ട്സിനെ കാണണം. ലൈക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരു 2 or 3 year മന്തിൻ്റെ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും സ്കൂളിലേക്ക് പോവാണ്. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടായിരിക്കും. അപ്പോൾ റിയാനും ഇതേ ആകാംക്ഷയോട് കൂടിയിട്ട് സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിലെത്തി ഫ്രണ്ട്സിനെല്ലാം കാണുന്നു, ഫ്രണ്ട്സിനെ കണ്ടിട്ട് ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിൽ ടീച്ചർ കടന്നു വരാണ്. ടീച്ചർ കടന്നു വരുന്ന സമയത്ത് ടീച്ചർ എല്ലാവരോടും വിശേഷം ചോദിച്ചു. ടൂറ് പോയിരുന്നോ, അതായത് എന്തെല്ലാം എഴുതി, ഹോംവർക്ക് എല്ലാം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. ഈ സംസാരങ്ങൾ കഴിഞ്ഞിട്ട് ടീച്ചറെ ഒരു ടോപ്പിക്ക് മാറാണ്. ടീച്ചർ പറയാണ്, മക്കളെ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ഇന്ന് സ്കൂളിൽ വന്നിട്ടുണ്ട്, നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ച് വന്നു, നിങ്ങൾ നല്ല ഹാപ്പിയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണവും ഒരു നേരത്തെ വെള്ളവും അതുപോലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ അവർക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഇല്ലാതെ ഒരുപാട് പേര് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിലൊന്നും പെട്ടിട്ടില്ല. നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു നേരത്തെ വെള്ളം നമ്മൾ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കുന്ന രീതിയിൽ ടീച്ചർ സംസാരിക്കുകയാണ്. ടീച്ചർ പറയുന്ന സമയത്ത് ടീച്ചർ വായിന്ന് അറിയാതെ ചാടിപ്പോയി. ടീച്ചർ പറഞ്ഞു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ $70 ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴൽക്കിണർ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ഈ റിയ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് വരികയാണ്. കാരണം ടീച്ചർ പറഞ്ഞു, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വെള്ളം ലഭിക്കണില്ല, വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന വെള്ളം മുഷിഞ്ഞ വെള്ളമായിരിക്കും, അത് കുടിച്ചിട്ട് അവർക്ക് ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റിയാൻ ഭയങ്കര ആകാംക്ഷയോട് കൂടി വീട്ടിൽ ചെന്നിട്ട് അച്ഛനും അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛമ്മ എനിക്ക് $70 വേണമെന്ന് പറഞ്ഞു. $70 വേണമെന്ന് പറഞ്ഞ സമയത്ത് പാരൻസ് എന്തായാലും പറയും, $70 അതെന്തിനാന്നുള്ള രീതിയിൽ ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുഴൽക്കിണർ നിർമ്മിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് പാരൻസ് ആദ്യം വിചാരിച്ചു വെറുതെ പറയാം, ഇത് അങ്ങനെ ലീവ് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ റിയാൻ ഇത് മുറുകെ പിടിച്ചു. റിയാൻ ചോദിച്ചു, എനിക്ക് $70 പാരൻസിന് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ സമയത്ത് റിയാൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു, $70 നമുക്ക് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഇതൊരിക്കലും അവരെതിർത്തില്ല. പാരൻസ് പറഞ്ഞു, റിയാൻ വീട്ടിലെ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ട്